എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചുടു കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കിടു ഐറ്റം തന്നെയാണ് കേട്ടോ. പുറമെ ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഇതെല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിക്കളയണം. അപ്പം ഞാനിവിടെ തൊലിയെല്ലാം മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫോർക്ക് ഉപയോഗിച്ചിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. നന്നായിട്ട് പുഴുങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട് കെട്ടാതെ തന്നെ നമുക്ക് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാനാവും. മിക്സിയിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ വെള്ളത്തിൻ്റെ അംശം ഇറങ്ങി വരും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് 4 വറ്റൽമുളകാണ്. അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 കൂടി ആവാം. ഇനി നമ്മൾക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് മല്ലിയില കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കണം മല്ലിയില. ഇതുപോലെ കത്രിക വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ. കോൺഫ്ലവർ പൊടി നമ്മൾക്കൊരു 4-5 ടീസ്പൂൺ വരെ എടുക്കാം. ഞാനൊരു 5 ടീസ്പൂണാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് എല്ലാം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി നമ്മൾ ഇത് ഒന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കവർ എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ മാവ് കുഴച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടി തൂവി കൊടുത്തിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് അമർത്തിയിട്ട് ചപ്പാത്തി റോൾ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കവറിൻ്റെ 2 സൈഡ് ഭാഗവും കത്രിക വെച്ചിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്ക് സൈഡും നന്നായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾക്ക് കിട്ടുന്നത് കേട്ടോ. ഇതേ കണ്ടോ, പൊടിയൊന്നും തൂവാത്തിന് നമുക്ക് പരത്തിയെടുക്കാൻ നല്ല പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾക്ക് എല്ലാ സൈഡും ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾക്ക് ഓയിൽ തൂവിക്കൊടുത്ത് കവറിൽ പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ പൊടി ഒട്ടും തൂവിക്കൊടുത്തിട്ട് പരത്തേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമ്മൾക്ക് നന്നായിട്ട് ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കുന്ന ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ചൂടായതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിലല്ല ഇട്ട് കൊടുക്കേണ്ടത്. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. പിന്നീട് നമ്മളൊരു 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ലോക്കിലേക്കാക്കിയിട്ട് നമ്മൾ കുറച്ച് വെക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു വശം ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾക്ക് തിരിച്ച് മറിച്ച് എല്ലാം ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓയിൽ കുടിച്ച് പോകും കേട്ടോ. ഓയിൽ കുടിക്കാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രം മതി. മീഡിയത്തിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇത്രയും വീതി കുറഞ്ഞിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീതി കുറച്ചിട്ട് മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഷേപ്പ് വേറെ ഏതെല്ലാം ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഷേപ്പിലും നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും.
കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സിനായിട്ട് പൊട്ടാറ്റോ സ്നാക്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. അപ്പം നമ്മൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോ ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.